ഈ ഇത്തരത്തിലൊരു ഒരു നിലപാട് മാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, കഴിഞ്ഞ തവണ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ വ്യാപകമായ പ്രതിഷേധം സംസ്ഥാനത്ത് വ്യാപകമായിട്ടുണ്ടായി. അത് രാഷ്ട്രീയ ഭേദമന്യേ ഉണ്ടായി. അത് അവിടെ എല്ലാം പ്രതിസ്ഥാനത്ത് നിന്നത് മുഖ്യമന്ത്രിയും CPM ആയിരുന്നു. തുടർന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാരണം തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടിക്ക് ശേഷം വീടാന്തരം കയറി എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ പാർട്ടി നേതാക്കളുടെ മുഖത്ത് നോക്കി എല്ലാവരും പറഞ്ഞത് ഈ ശബരിമലയിലെ തീരുമാനം തെറ്റായിരുന്നു. യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ നിലപാടുകൾ യോജിക്കാനേ കഴിയുമായിരുന്നില്ല. മാത്രവുമല്ല, നിർബന്ധിച്ച് യുവതികളെ അവിടെ കയറ്റിയെന്നുള്ള പഴി ഇപ്പോഴും CPM കേട്ടുകൊണ്ടിരിക്കുന്നു. തുടർന്നാണ് വീണ്ടും ഇത് വിശാല ബെഞ്ചിൽ വിടുകയും സർക്കാരിന്റെ നിലപാട് അറിയിക്കണമെന്ന് പറയുകയും സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ 2-3 ദിവസങ്ങൾ മാത്രം നിൽക്കുമ്പോൾ വളരെ നിർണായകമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ആ തീരുമാനത്തിന് രാഷ്ട്രീയ പ്രസക്തി എന്ന് പറയുന്നത്, നേരത്തെ ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ, പ്രത്യേകിച്ച് CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെ ഏറ്റവും പുരോഗമനപരമായ ഒരു തീരുമാനം എന്നായിരുന്നു അന്ന് കണ്ടു നിശേഷിപ്പിച്ചിരുന്നത് ഈ വിശ്വാസികളല്ലാത്ത ആളുകളൊക്കെ. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മളിപ്പോൾ കാണുകയാണ്. മാത്രവുമല്ല, ഭരണഘടന അനുവദിക്കുന്ന സമത്വം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. പക്ഷേ കോടതിയിലെ ഈ വിഷയം പരിഗണിക്കുമ്പോൾ ഏറ്റവും താല്പര്യത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്നതും ആ ഒരു പോയിന്റ് ആയിരിക്കും, ഇക്വാളിറ്റി എന്നൊരു പോയിന്റ്. ആ പോയിന്റിൽ നിന്ന് ഒരു കാരണവശാലും ഒരു ഇടത് സർക്കാരിന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് അന്ന് വാദിച്ചതെങ്കിൽ, ഇപ്പോൾ ആചാരത്തിനും വിശ്വാസത്തിനും വേണ്ടി അവർ വഴിമാറി കൊടുക്കുന്നു എന്നുള്ള ഒരു കൗതുകം കൂടി ഇതിനകത്തുണ്ട്. വളരെ വിശദമായ ചർച്ച പല കോണുകളിലും നടത്തിയതിനു ശേഷമാണ് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം പിണറായി വിജയൻ തന്നെ നേതൃത്വമുള്ള സർക്കാർ തന്നെ എടുക്കുന്നത് എന്നുള്ളതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് ആദര സംരക്ഷണം അല്ല, സമത്വമാണ്, സ്ത്രീകളുടെ അവകാശമാണ്, അന്തസ്സാണ് സംരക്ഷിക്കേണ്ടതെന്നുള്ള നിലപാട് സ്വീകരിച്ച അതേ സർക്കാർ തന്നെ മറ്റൊരു നിലപാടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അല്പസമയം മുമ്പ് സർക്കാർ എടുത്ത തീരുമാനത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്.